വോട്ടെണ്ണലിന് 3 നാൾ മാത്രം ബാക്കി നിൽക്കെ നെഞ്ചിടിപ്പോടെ സംസ്ഥാനത്ത് മുന്നണി നേതൃത്വം. ഫുൾ സീറ്റ് വിജയം അവകാശപ്പെടുന്ന UDFും ഇത്തവണ തല ഉയർത്തി തന്നെ നിൽക്കാനാകുമെന്ന് വിശ്വസിക്കുന്ന ഇടതുമുന്നണിയും അക്കൗണ്ട് തുറക്കുമെന്ന് ആവർത്തിക്കുന്ന BJPയും അവസാനവട്ട അടിയൊഴുക്കുകളെയാണ് ഭയക്കുന്നത്. ഇന്ന് വൈകിട്ടോടെ പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കണ്ണുനട്ടിരിക്കുന്ന നേതാക്കൾ പക്ഷേ കണക്കുകളെല്ലാം ഭദ്രമാണെന്ന് അവകാശപ്പെടുന്നു. 40 ദിവസത്തോളം നീണ്ടുനിന്ന പ്രചാരണത്തിനൊടുവിൽ സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. വോട്ടെണ്ണലിനായി പിന്നെയും കാത്തിരിപ്പ് 1 മാസത്തിലേറെ. ഇടയ്ക്കുണ്ടായ ആലസ്യവും വിശ്രമവും കഴിഞ്ഞ് നെഞ്ചിടിപ്പിന്റെ ദിനങ്ങളിലേക്ക് മുന്നണി നേതൃത്വം കടന്നുകഴിഞ്ഞു. കൂട്ടരും കിഴിക്കലും എല്ലാം കഴിഞ്ഞു. ഫലം അറിയാനുള്ള കാത്തിരിപ്പ് മാത്രം. 20-ൽ 20 നേടുമെന്ന് ആവർത്തിക്കുന്ന UDF നേതൃത്വം പക്ഷേ ചില മണ്ഡലങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. 100% വിജയം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നത് 17 മണ്ഡലങ്ങളിൽ മാത്രമാണ്. ആലത്തൂരും ആറ്റിങ്ങലും മാവേലിക്കരയിലും ഉറച്ച വിശ്വാസമില്ല. ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണന്റെ സ്വീകാര്യതയും ആറ്റിങ്ങലിൽ V ജോയിക്ക് മണ്ഡലത്തിലുള്ള സ്വാധീനവും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനോടുള്ള വോട്ടർമാരുടെ സമീപനവും നേതൃത്വത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. എങ്കിലും ഭരണവിരുദ്ധ വികാരത്തിലും BJP വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണത്തിലുമാണ് UDFിന്റെ പ്രതീക്ഷ. ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിച്ചു പോയിട്ടില്ല എന്ന് തന്നെയാണ് UDF കണക്കുകൂട്ടുന്നത്. മറുഭാഗത്ത് ഇടതുമുന്നണിയാകട്ടെ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ കൂടി മികച്ച പ്രചാരണത്തിലൂടെ അതൊക്കെ മറികടക്കാനായി എന്ന് കരുതുന്നു. 7 മുതൽ 12 വരെ സീറ്റുകൾ കണക്കുകൂട്ടുന്നുണ്ടെങ്കിലും ഉറപ്പിച്ചു പറയുന്നത് 5 മുതൽ 8 വരെ സീറ്റുകളാണ്. കണ്ണൂർ, വടകര, ആലത്തൂർ, ആറ്റിങ്ങൽ, മാവേലിക്കര, കാസർഗോഡ്, തൃശൂർ മണ്ഡലങ്ങളിൽ ഉറച്ച വിശ്വാസമാണ് മുന്നണിക്കുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ വിവാദ പരമ്പരകളെ മികച്ച സംഘടനാ ശേഷി കൊണ്ട് മറികടക്കാനായതിനാൽ UDFിന്റെ 2019-ലുണ്ടായ ഈസി വാക്കോവർ ഇത്തവണ ഉണ്ടായില്ല എന്ന് LDF കരുതുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം തങ്ങൾക്ക് അനുകൂലമായി എന്ന് ഇടതുമുന്നണിയും കണക്കുകൂട്ടുകയാണ്. അതേസമയം BJP ആകട്ടെ 2 അക്കമൊക്കെ തുടക്കത്തിൽ പറഞ്ഞെങ്കിലും ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരവും തൃശൂരും ആറ്റിങ്ങലും വിജയം ഉറപ്പിക്കുകയാണ്. രാഹുൽ പ്രഭാവത്തെയും ഇന്ത്യ സഖ്യത്തെയും മറികടക്കാൻ മോദി ഗ്യാരണ്ടിക്ക് കഴിഞ്ഞുവെന്നാണ് BJPയുടെ വിശ്വാസം. അപ്പോഴും A+ മണ്ഡലങ്ങളിലെ ക്രോസ് വോട്ടിംഗ് ഭീഷണി BJPയെ ഭയപ്പെടുത്തുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴും എക്സിറ്റ് പോളുകളെ തള്ളാനും കൊള്ളാനും തയ്യാറെടുക്കുകയാണ് നേതൃത്വം. എക്സിറ്റ് പോളിലല്ല യഥാർത്ഥ ഫലമാണ് അറിയേണ്ടത് എന്ന വികാരമാകും അപ്പോഴും നേതാക്കൾ പ്രകടിപ്പിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം.